ഉമയെ ബലിയാടാക്കിയ ഗിന്നസ് ഡാൻസ് 12 കോടിയിൽ പരം രൂപയുടെ തട്ടിപ്പ് നടത്തിയത് ഇങ്ങനെ i2 ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ. കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന ഗിന്നസ് റെക്കോർഡ്സ് ലക്ഷ്യം വെച്ചുള്ള പ്രാഥമിക സുരക്ഷ പോലും ഒരുക്കാത്ത ഡാൻസ് ഉദ്ഘാടന വേദിയിൽ നിന്നും അതിഥിയായി എത്തിയ ഉമാ തോമസ് MLA വീണ് ഗുരുതര പരിക്കേൽക്കുകയും ചടങ്ങ് വിവാദമാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ i2 ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ ഇപ്പോൾ പുറത്തുവരുന്നത് കലയുടെ പേരിൽ നടത്തിയ സമാനതകളില്ലാത്ത വമ്പൻ തട്ടിപ്പുകളാണ്. ആ തട്ടിപ്പിന്റെ വിശദാംശങ്ങളാണ് i2 ന്യൂസ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഗിന്നസ് ബുക്കിൽ ഇടം നേടുകയല്ല, പണമായിരുന്നു അവരുടെ പ്രാഥമിക ലക്ഷ്യം. ആ പദ്ധതി എന്തായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. മലയാളത്തിൽ ലഹരി നുരയുന്ന ചിത്രങ്ങളുടെ നിർമ്മാണത്തിലൂടെ ശ്രദ്ധേയനായ ഒരു യുവ സംവിധായകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ചേർന്ന് ഇത്തരം ഒരു വലിയ ഷോ 3 വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ നടത്തിയത് വൻ വിവാദമാകുകയും ഇവർക്കെതിരെ അന്വേഷണം നടക്കുകയും ഒക്കെ ചെയ്തത് നാം വായിച്ചിരുന്നു. വലിയ കള്ളപ്പണ ഇടപാടുകൾ ലക്ഷ്യം വെച്ച് സമർത്ഥമായി ആസൂത്രണം ചെയ്ത മട്ടാഞ്ചേരി മാഫിയകളുടെ കണ്ണുകളിലേക്കാണ് ഈ പരിപാടിയും എത്തി നിൽക്കുന്നത്. വേൾഡ് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലക്ഷ്യം വെച്ചുള്ള ഒരു മെഗാ മോഹിനിയാട്ടം ഒരു ലാർജ് സ്കെയിൽ ഇവൻ്റാണ്. ഇത് കൈയടക്കത്തോടെ ചെയ്താൽ ആരും സംശയിക്കില്ല. വളരെ നോവലായ ഒരു കൊമേഴ്സ്യൽ ഔട്ട്ലുക്ക് ഇല്ലാത്ത പരിപാടിയായതിനാൽ ഇത്തരം പരിപാടികൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ സഹായങ്ങളും പിന്തുണയും ആനുകൂല്യവും അടക്കം ലഭിക്കും. വകുപ്പ് മന്ത്രിയെ രക്ഷാധികാരിയാക്കിയാൽ, സ്ഥലം MLAയെയും സിറ്റി പോലീസ് കമ്മീഷണറെയും പേട്ടന്മാരുമാക്കിയാൽ അവർ വന്ന് മുന്നിൽ നിന്ന് പരിപാടി നടത്തിക്കൊടുക്കും. പോലീസ് ചീഫ് വരുമ്പോൾ പിന്നെ പണം നൽകി അധിക സെക്യൂരിറ്റികളെ വിളിക്കേണ്ട ആവശ്യമില്ല. വമ്പൻ പോലീസ് സന്നാഹം തന്നെ 5 പൈസ മുടക്കാതെ അവിടെ എത്തുകയും അവർ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യും. ഇത്തരം ഒരു പരിപാടിയുടെ പേരിൽ വാടക ഇനത്തിലും ടാക്സ് ഇനത്തിലും ലക്ഷങ്ങളുടെ ആനുകൂല്യങ്ങളും നേടാം, ലാഭം വർദ്ധിപ്പിക്കാം. അങ്ങനെ ഈ പരിപാടിക്ക് ഒരു സർക്കാർ പരിപാടിയുടെ ഒരു ഫീൽ ഉണ്ടാവും. 5 പൈസ മുടക്കാതെ കോടികൾ മൂല്യമുള്ള മാധ്യമ വാർത്തകളും സൗജന്യമായി ലഭിക്കും. കൊച്ചിയിലും നടന്നത് ഇത് തന്നെയാണ്. ഏതെങ്കിലും അറിയപ്പെടുന്ന ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഇത് ചെയ്താൽ ഇതൊരു കൊമേഴ്സ്യൽ ഇവൻ്റാണ് എന്ന കാര്യം പുറത്തു വന്നാൽ പദ്ധതി പൊളിയാതെ ഇരിക്കുവാനാണ് ആരും കേട്ടിട്ടില്ലാത്ത മൃദംഗവിഷൻ എന്നൊരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഇവർ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയത്. മൃദംഗവിഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു മട്ടാഞ്ചേരി മണം ആർക്കും അടിക്കില്ല എന്ന് ചുരുക്കം. നൃത്ത പരിപാടിയുമായി ജെല്ലാകും. ഒരു 3-4 പരിപാടി കഴിയുമ്പോൾ ഇത് കളഞ്ഞ് അടുത്ത ഒരു കമ്പനി ഉണ്ടാക്കാം. ഇത്തരം ഒരു പരിപാടി വിജയിപ്പിച്ചെടുത്താൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഇവൻ്റ് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ സ്പോൺസർമാരും പാർട്ടിസിപ്പൻസും പറയുന്ന പണവുമായി ക്യൂ നിൽക്കും. അങ്ങനെ ഷോക്കേസ് ചെയ്യാവുന്ന നല്ലൊരു ഇവൻ്റാണ് ഉമാ തോമസിൻ്റെ അപകടത്തിലൂടെ പാളിപ്പോയത്. ഈ ഒരു അപകടം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ഇവൻറ്റിന് അന്തർദേശീയ ശ്രദ്ധ കിട്ടുമായിരുന്നു. ഇപ്പോൾ അന്തർദേശീയ ശ്രദ്ധ കിട്ടി, പക്ഷേ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടായത്. യുവതികളുടെയും കുട്ടികളുടെയും ബ്യൂട്ടി പേജറ്റ് എന്ന പേരിൽ ഇവിടെ കോടികൾ മറിയുന്ന ഇവൻറ്റുകൾ നടക്കുന്നുണ്ട്. മോഡലിംഗ് അഭിനയമോഹവുമായി നടക്കുന്ന ആയിരങ്ങൾ പണം അങ്ങോട്ട് നൽകി ഈ പരിപാടികളിൽ പങ്കാളികളാകുന്നു. ഇവർക്കിടയിൽ രാസലഹരി കച്ചവടവും തകൃതിയായി നടക്കുന്നു. കൊച്ചിയിലെ പ്രമുഖ സ്റ്റാർ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചാണ് ഈ പരിപാടികൾ നടക്കുന്നത്. അതുപോലെ യുവജനതയെ ലക്ഷ്യമാക്കി ഒരു ദിവസം തന്നെ 5-6 പ്രമുഖ ബാൻഡുകളെ കൊണ്ടുവന്ന് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് കേന്ദ്രങ്ങളാക്കി നടത്തുന്ന മെഗാ ബാൻഡ് പെർഫോമൻസും അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ആയിരങ്ങൾ എൻട്രി ഫീസായി മുടക്കി യുവാക്കൾ ഇടിച്ചു കയറുന്നു. ഇവിടെയും കോടികളുടെ രാസലഹരിയാണ് ഒഴുകുന്നത്. അപകട മരണങ്ങളൊന്നും ഇവിടെ ഇതുവരെ നടക്കാത്തതിനാൽ വിവാദമായിട്ടില്ല എന്ന് മാത്രം. ഇന്ത്യൻ കലാരൂപങ്ങളുടെ നിലവിലെ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് മറികടക്കുക എന്ന ലക്ഷ്യം വെച്ചുള്ള മൃദംഗവിഷന്റെ പ്രഥമ ഇവൻ്റായിരുന്നു മോഹിനിയാട്ടം തീമാക്കി കൊച്ചിയിൽ നടന്നത്. ഇനി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. കാര്യമായ മുതൽ മുടക്കോ അധ്വാനമോ കൂടാതെ ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കുക, തുടർന്ന് മറ്റൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയെ ആ പണിയെ ഏൽപ്പിച്ച് കോടികൾ കൊയ്യുന്ന തന്ത്രമായിരുന്നു ഇവിടെ നടത്തിയത്. മൃദംഗഭൂഷൺ ഡയറക്ടർ ഉൾപ്പെടെ 4 പേർക്കെതിരെ പാലാരിവട്ടം പോലീസ് വിശ്വാസവഞ്ചനയ്ക്ക് കേസെടുത്തിട്ടുണ്ട്. കലൂർ സ്വദേശിയായ ബിജി എന്ന വീട്ടമ്മയുടെ പരാതിയിന്മേലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മൃദംഗഭൂഷൺ ഡയറക്ടർ നികോഷ്, ഭാര്യ CEO ഷമീർ, നടി ദിവ്യ ഉണ്ണിയുടെ സുഹൃത്ത് പൂർണിമ എന്നിവർക്കെതിരെയാണ് കേസ്. സാമ്പത്തിക ചൂഷണത്തിൽ നൃത്താധ്യാപകരെയും പ്രതി ചേർക്കും. പണപ്പിരിവ് നടത്തിയത് നൃത്താധ്യാപകർ വഴിയാണ് എന്നതിനാലാണിത്. ഇടനിലക്കാർ എന്ന നിലയിലാണ് ഡാൻസ് ടീച്ചർമാർക്കെതിരെ നടപടിയെടുക്കുക. ഗിന്നസ് റെക്കോർഡ് നേടുന്ന പരിപാടിയിൽ പങ്കെടുക്കാമെന്നും ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് വളരെ മൂല്യമുള്ളതാണെന്നും അത് നൽകാമെന്നും വാഗ്ദാനം ചെയ്താണ് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. നടി ദിവ്യ ഉണ്ണിയാണ് ബ്രാൻഡ് അംബാസിഡർ. അവർക്കൊപ്പം നൃത്തം ചെയ്യാം എന്ന വാഗ്ദാനവും നൽകിയാണ് വൻതുക വാങ്ങിയെടുത്തത്. 3500 രൂപയാണ് രജിസ്ട്രേഷൻ എങ്കിലും മേക്കപ്പ് അടക്കമുള്ള കാര്യങ്ങൾക്കായി 5000 രൂപ വരെ നൃത്ത വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളിൽ നിന്ന് വാങ്ങിയവരുണ്ട്. ആദ്യം മറ്റൊരു നടിയായിരുന്നു നൃത്തം നയിക്കേണ്ടിയിരുന്നത് എന്നും ഈ സമയത്ത് വെറും 2000 രൂപയായിരുന്നു രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് വാങ്ങുവാൻ തീരുമാനിച്ചിരുന്നത് എന്നും അറിയുന്നു. എന്നാൽ
പിന്നീട് ഈ സ്ഥാനത്തേക്ക് ദിവ്യ ഉണ്ണി എത്തുകയായിരുന്നു. ഇതോടെ രജിസ്ട്രേഷൻ ഫീസ് 3500 രൂപയായി ഉയർത്തി. നടി ദിവ്യ ഉണ്ണി നയിക്കുന്നത് കൊണ്ടാണ് ഫീസ് കൂട്ടുന്നത് എന്നാണ് പല കുട്ടികളുടെയും മാതാപിതാക്കളോട് പറഞ്ഞത്. ഇതിന് പിന്നാലെയായിരുന്നു കല്യാൺ സിൽക്സിന്റെ പേരിൽ നടത്തിയ കൊള്ളയും. നൃത്തത്തിന് കല്യാൺ സിൽക്സ് ആണ് സാരി നൽകുന്നത് എന്നും ഇതിന് 1600 രൂപ നൽകണമെന്നുമായിരുന്നു പങ്കെടുത്തവരോട് പറഞ്ഞത്. എന്നാൽ സംഘാടകർ ആവശ്യപ്പെട്ടത് പ്രകാരം ഒരു സാരിക്ക് 390 രൂപ നിരക്കിൽ 12500 സാരികൾ നിർമ്മിച്ചു നൽകുക മാത്രമാണ് തങ്ങൾ ചെയ്തത് എന്ന് വ്യക്തമാക്കി കല്യാൺ സിൽക്സ് രംഗത്ത് വന്നതോടെ സംഘാടകരുടെ കള്ളി പൊളിഞ്ഞു. ഈ ഇനത്തിൽ മാത്രം 1,40,00,000 രൂപയോളം സംഘാടകർ ലാഭമുണ്ടാക്കി. നൃത്തപരിപാടിയിൽ പങ്കെടുത്തത് 11,600 പേരാണ്. രജിസ്ട്രേഷൻ ഇനത്തിൽ മാത്രം സംഘാടകർക്ക് കിട്ടിയത് 4,60,00,000 രൂപ. വസ്ത്രത്തിൽ നിന്നുള്ള ലാഭം 1,40,00,000 രൂപയും ചേർത്താൽ വരുമാനം 6 കോടി രൂപ. ഇതിന് പുറമെയാണ് പരിപാടി കാണുവാൻ സ്റ്റേഡിയത്തിൽ പ്രവേശിക്കുന്നതിനുള്ള ടിക്കറ്റുകളിൽ നിന്നുള്ള വരുമാനം. 25,000-ഓളം പേർ കാണികളായി ഉണ്ടായിരുന്നു. ഓൺലൈൻ വഴി എത്രത്തോളം ടിക്കറ്റുകൾ വിറ്റു എന്നതിൻ്റെ കണക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. നൃത്തം ചെയ്യുവാനെത്തിയ കുട്ടികളുടെ മാതാപിതാക്കൾ വരെ 149, 249 രൂപ നിരക്കിൽ ടിക്കറ്റുകൾ ഓൺലൈനിൽ വാങ്ങിയിരുന്നു. കൂടാതെ സ്റ്റേഡിയത്തിലേക്ക് കുട്ടികളെ എത്തിക്കുവാൻ ഓരോരുത്തരിൽ നിന്നും ഈടാക്കിയത് 250 രൂപ വീതം. ഇവർക്കൊപ്പം മാതാപിതാക്കളോ മറ്റ് ആളുകളോ ഉണ്ടെങ്കിൽ അവർക്ക് അഡീഷണലായി 350 രൂപ വീതം നൽകുകയും വേണം. ഇത്രയും വലിയ തുകയാണ് വരുമാന ഇനത്തിൽ സംഘാടകർക്ക് ലഭിച്ചത്. മാത്രമല്ല ലക്ഷങ്ങൾ സ്പോൺസർഷിപ്പ് ഇനത്തിലും ഇവർ പിരിച്ചിട്ടുണ്ട്. പരിപാടി നടത്തിപ്പിന് സംഘാടകർക്ക് വരുന്ന പ്രധാന ചെലവ് സ്റ്റേഡിയത്തിൻ്റെ വാടകയാണ്. 9 ലക്ഷം രൂപയാണ് സ്റ്റേഡിയം വാടക. GST 1,62,000 രൂപയും കൂടി ചേർത്താൽ ആകെ വാടക 10,62,000 രൂപ. ഡിപ്പോസിറ്റായി 5 ലക്ഷം രൂപയും നൽകിയിട്ടുണ്ട്. അത് തിരികെ ലഭിക്കും. മൃദംഗ വിഷൻ എന്ന കമ്പനി ഓസ്കർ ഇവന്റ് മാനേജ്മെന്റ് എന്ന കമ്പനിക്ക് പരിപാടി സംഘടിപ്പിക്കുന്നതിനായി സബ് കോൺട്രാക്ട് നൽകിയ തുകയാണ് മറ്റൊരു ചെലവ്. ഇതെല്ലാം കഴിഞ്ഞാലും കോടികൾ സംഘാടകരുടെ പോക്കറ്റിൽ കിടക്കുകയും ചെയ്യും. പണം വെച്ച് ടിക്കറ്റ് വിറ്റ് ആളെ കയറ്റിയിട്ട് വിനോദ നികുതി ഇനത്തിൽ പോലും കൊച്ചി നഗരസഭയ്ക്ക് നയാ പൈസ നൽകിയില്ല. GCDA ചെയർമാന് പങ്ക് നൽകിയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം വേദിയിലുണ്ടായിട്ടും അദ്ദേഹം കണ്ണടച്ചത്. കൊച്ചി മെട്രോയുടെ സേവനവും സംഘാടകരുടെ നേട്ടത്തിനായി അവർ ഉപയോഗിച്ചു. നൃത്തപരിപാടിയിൽ പങ്കെടുക്കുന്നവർക്കും കൂടെയുള്ളവർക്കും മെട്രോയിൽ ടിക്കറ്റ് നിരക്കിൽ 50% ഇളവ് അനുവദിച്ചിരുന്നു. മെട്രോ അധികൃതരെ കൊണ്ട് പരിപാടിയെക്കുറിച്ച് പ്രതികരണം നടത്തിച്ച് അതും ഇവർ പ്രചരണത്തിന് ഉപയോഗിച്ചു. ലക്ഷങ്ങൾ സ്പോൺസർഷിപ്പ് ഇനത്തിലും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. മട്ടാഞ്ചേരിയിലെ കൊച്ചുതി കുട്ടികൾ സർക്കാരിനെയും ജനപ്രതിനിധികളെയും ജനങ്ങളെയും എത്ര സമർത്ഥമായാണ് പറ്റിച്ചത് എന്ന് കാണുക. ഇവർക്ക് ഇത്തരം തട്ടിപ്പുകൾ നടത്തുവാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ എത്ര പൊള്ളയാണ് എന്നതാണ് ഇതെല്ലാം വെളിവാക്കുന്നത്. എന്തായാലും ശ്രദ്ധ നടത്തിപ്പുകാരുടെ മുകളിലേക്ക് പോയതുകൊണ്ട് ഒരു കണക്കിന് നന്നായി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.